വ്യാപാര മേഖലയിൽ പുത്തനുണർവും നാഴികക്കല്ലുമായി ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാർ മാറുമെന്ന് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. 250ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുള്ള സ്പൈസസ് സെക്ടറിൽ 99% തീരുവ ഇല്ലാതാകുന്നത് കേരളത്തിന്റെ കർഷക വ്യാപാര സാമ്പത്തിക മേഖലയ്ക്ക് ഗുണമാകുമെന്നും അവർ പറഞ്ഞു. ട്രേഡ് കരാർ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിൻ്റെ വ്യാപാര മേഖലയിൽ ഒരു പുത്തൻ ഉണർവും ഒരു നാഴികക്കല്ലും കൂടി ആയിരിക്കും എന്നുള്ളത് തർക്കമില്ല. കാരണം പ്രത്യേകിച്ച് സ്പൈസസ് സെക്ടറിൽ 99% തീരുവ എടുത്ത് കളയുന്നതിലൂടെ ഒരു കർഷക മേഖലയിലും വ്യാപാര സമൂഹത്തിനും വലിയൊരു ഉണർവാണ് ഉണ്ടായിട്ടുള്ളത്. നാളുകളിൽ ഇന്ത്യ ഒരു വലിയ ഇക്കണോമിക് ഗ്രോത്ത് കാഴ്ചവെക്കുമ്പോൾ അതിലേക്കൊരു ചവിട്ടുപടിയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലോബൽ ലീഡറായിട്ട് ഇന്ത്യ വരാൻ പോവുകയാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്പൈസസ് ബാസ്ക്കറ്റിൽ ഇന്ന് ഏകദേശം 250ഓളം വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് അടക്കം ഇന്ന് സ്പൈസസ് സെക്ടറിൽ ഉണ്ട്. അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെനിട്രേറ്റ് ചെയ്ത് കയറാനായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ എക്സ്പോർട്ടേഴ്സിനും ട്രേഡേഴ്സിനും ഇതുവഴി ലഭിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇക്കണോമിക് ഗ്രോത്തിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം അത് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ഏറ്റവും താഴെത്തട്ടിൽ നമ്മുടെ കർഷകർക്ക് തന്നെയാണ്.